നമസ്കാരം. സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ അങ്ങനെ ഗിഗ് വർക്കുകൾ ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യയിലെ ഗിഗ് സമ്പദ് വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന കിടിലൻ മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പുതിയ സാമ്പത്തിക സുരക്ഷകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഇതൊരു ചെറിയ മാറ്റമല്ല കേട്ടോ, ശരിക്കും ഒരു വലിയ ഗെയിം ചേഞ്ചറാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ 5 ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ആരോഗ്യ പരിരക്ഷ ലഭിക്കുകയാണെങ്കിലോ? അതും ആദ്യ ദിവസം മുതൽ തന്നെ. നിലവിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ കവറേജ് ലഭിക്കുന്നു. രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു ഗിഗ് തൊഴിലാളിയെ സംബന്ധിച്ച് ഇതിലും വലിയൊരു സാമ്പത്തിക ആശ്വാസം വേറെയുണ്ടോ? അത് മാത്രമല്ല, ഈ സാമ്പത്തിക സുരക്ഷയുടെ അടുത്ത പടിയായി നിങ്ങൾക്ക് 60 വയസ്സ് തികയുമ്പോൾ മുതൽ എല്ലാ മാസവും കൃത്യമായി ഒരു 3000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷനായി വരുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. വാർദ്ധക്യകാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഇതൊരു വലിയ താങ്ങായിരിക്കും, ഉറപ്പാണ്. ഇതെല്ലാം വെറും സങ്കല്പങ്ങളാണെന്ന് കരുതാൻ വരട്ടെ. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ ഇന്ന് മുന്നോട്ടു നയിക്കുന്ന ഏതാണ്ട് 12 ദശലക്ഷത്തോളം വരുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ഇതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. സ്മാർട്ട് ഫോണുകളും UPIയും ഒക്കെ വ്യാപകമായതോടെ ഈ മേഖലയിലുണ്ടായ വളർച്ച ശരിക്കും അമ്പരപ്പിറ്റുന്നതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് ഇത്തരം പരിരക്ഷകൾ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? കാരണം വ്യക്തമാണ്. ഈ മേഖലയിലെ ഏതാണ്ട് 40% ആളുകളും മാസത്തിൽ 15,000 രൂപയിൽ താഴെ മാത്രമാണ് സമ്പാദിക്കുന്നത്. വരുമാനത്തിലെ വലിയ അനിശ്ചിതത്വം മാറ്റാൻ ഇത്തരം സേഫ്റ്റി നെറ്റുകൾ കൂടിയേ തീരൂ. ഇവിടെയാണ് കോഡ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി 2020 എന്ന പുതിയ നിയമം ശരിക്കും ഒരു ഹീറോയായി മാറുന്നത്. ചരിത്രത്തിലാദ്യമായി ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും അവർക്കായി ഇത്തരം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നൽകുകയും ചെയ്യുന്നത് ഈ നിയമത്തിലൂടെയാണ്. ശരി, ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലെത്തണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി പുതിയ 90, 120 ദിവസ നിയമങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. കേന്ദ്ര സർക്കാർ ഇതിനായി വളരെ വ്യക്തമായൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പിൽ, അതായത് സൊമാറ്റോയിലോ അല്ലെങ്കിൽ ഊബറിലോ മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 1 വർഷം കുറഞ്ഞത് 90 ദിവസം നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. ഇനി അതല്ല, നിങ്ങൾ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിലോ? എങ്കിൽ വാർഷിക കണക്കിൽ 120 ദിവസമാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. ഈ ഒരു വർക്കിംഗ് ഡേ അഥവാ പ്രവൃത്തി ദിവസം സർക്കാർ എങ്ങനെയാണ് കൃത്യമായി കണക്കാക്കുന്നത്? പലർക്കുമുള്ള ഒരു വലിയ സംശയമാണിത്. ഈ പുതിയ നിയമത്തിലെ ഏറ്റവും മികച്ച ഭാഗം എന്താണെന്നറിയാമോ? ക്യുമുലേറ്റീവ് കാലണ്ടർ ഡേ റൂൾ. അതായത് ഒരൊറ്റ കാലണ്ടർ ദിവസം നിങ്ങൾ എത്ര പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വരുമാനം നേടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ആ ദിവസത്തെ ജോലി കണക്കാക്കുന്നത്. തൊഴിലാളികൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു മാറ്റമാണിത്. ഇതൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾ സൊമാറ്റോയിൽ ഒരു ഡെലിവറി ചെയ്തു, അതേ ദിവസം തന്നെ ഓലയിൽ ഒരു ട്രിപ്പും പോയി എന്നിരിക്കട്ടെ. പുതിയ നിയമപ്രകാരം ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ വാർഷിക കണക്കിലേക്ക് 2 വർക്കിംഗ് ഡേയ്സാണ് ആഡ് ആകുന്നത്. അതുപോലെ 3 ആപ്പിൽ നിന്നാണ് വരുമാനമെങ്കിൽ അത് 3 ദിവസത്തെ ജോലിയായി മാറും. ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആപ്പുകൾക്കും വലിയ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. നിങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ ജോലി ആരംഭിച്ച് 45 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വിവരങ്ങളെല്ലാം അവർ നിർബന്ധമായും സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം എന്ന് നിയമം കർശനമായി പറയുന്നുണ്ട്. ഇനി പ്ലാറ്റ്ഫോമുകൾ ഇതിൽ നിന്നെങ്ങാനും ഒഴിഞ്ഞുമാറാൻ നോക്കിയാലോ? അങ്ങനെയൊന്നും ഊരിപ്പോരാൻ പറ്റില്ല. ഈ സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് പണമടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവർ 12% വാർഷിക പലിശ സഹിതം വൻതുക പിഴയടയ്ക്കേണ്ടിവരും. നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഗിഗ് ഭാവി സുരക്ഷിതമാക്കാൻ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ എവിടെ, എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങൾ തീർച്ചയായും തുടങ്ങേണ്ടത് ഈ ശ്രം പോർട്ടലിൽ നിന്നാണ്. അസംഘടിത തൊഴിലാളികൾക്കായുള്ള സർക്കാരിന്റെ ഒരു 1 സ്റ്റോപ്പ് ഡേറ്റാബേസാണിത്. ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ കിട്ടും. നിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ ഈ നമ്പർ അത്യാവശ്യമാണ്. അടുത്തതായി നമ്മൾ ആദ്യം പറഞ്ഞ ആ 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറേജ് ആക്റ്റീവാക്കാൻ PMJY പോർട്ടലിൽ കയറി നിങ്ങളുടെ യോഗ്യത ഒന്ന് പരിശോധിക്കണം. ഇതിലൂടെ ആശുപത്രികളിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കാം. നിങ്ങളുടെ ഭാവിയും സാമ്പത്തിക ഭദ്രതയും കുറച്ചുകൂടി സുരക്ഷിതമാക്കാൻ 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർ നേരെ മാൻധൻ പോർട്ടലിലേക്ക് പോവുക.
അവിടെ എൻറോൾ ചെയ്താൽ വാർദ്ധക്യത്തിൽ ആ 3000 രൂപയുടെ പ്രതിമാസ പെൻഷൻ നിങ്ങൾക്ക് സുരക്ഷിതമായി ലഭിക്കും. ഈ വെബ്സൈറ്റുകളിലൊക്കെ കയറി സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുമായി തൊട്ടടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെന്ററിലോ പോയാൽ മതി. അവർ നിങ്ങൾക്ക് സിമ്പിളായി രജിസ്റ്റർ ചെയ്തു തരും. എന്നാൽ ഇവിടെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും യാതൊരു പണിയും ചെയ്യാതെ ജീവിതകാലം മുഴുവൻ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. ഈ ആനുകൂല്യങ്ങൾ എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നതുകൂടി നോക്കാം. മുൻ സാമ്പത്തിക വർഷത്തില് ആ 90 അല്ലെങ്കിൽ 120 ദിവസത്തെ പ്രവൃത്തി ദിനങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇൻഷുറൻസ് കവറേജുകൾ അവിടെ വെച്ച് നിൽക്കും. അതുപോലെ നിങ്ങൾക്ക് 60 വയസ്സ് തികയുമ്പോഴും ഇൻഷുറൻസ് പരിരക്ഷ അവസാനിക്കും. പക്ഷേ അവിടെ വിഷമിക്കാനൊന്നുമില്ല, കാരണം കൃത്യം അപ്പോഴാണല്ലോ നിങ്ങളുടെ പെൻഷൻ പദ്ധതി ആക്റ്റീവാകുന്നത്. നോക്കൂ, 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മൊത്തം തൊഴിൽ സേനയുടെ 6.7% ഇത്തരം ഗിഗ് ജോലിക്കാരാകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്രയും വലിയൊരു വിഭാഗം ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ അവരുടെ ഭാവിയെ പൂർണ്ണമായി സംരക്ഷിക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ സുപ്രധാന മാറ്റങ്ങൾ മാത്രം മതിയാകുമോ? അതോ ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ടു പോകാനുണ്ടോ? ഗിഗ് വർക്കേഴ്സിന് മാത്രമല്ല, നിങ്ങളുടെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഇത്തരം നിയമങ്ങളും പോളിസികളും കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.